കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ ഇപ്പോൾ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സത്യത്തിൽ ബിരുദ പഠനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിൽ നിൽക്കുന്ന ഈ കുട്ടികളുടെ ഭാവി ഇപ്പോൾ വലിയൊരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. യൂണിവേഴ്സിറ്റിയുടെ തീർത്തും അപ്രായോഗികമായ ചില ടൈം ടേബിളുകൾ കാരണം ഒരേ സമയം രണ്ട് വലിയ കടമ്പകളാണ് ഇവർക്ക് മുന്നിലുള്ളത്. അപ്പോ ഈയൊരു പ്രശ്നം എങ്ങനെയുണ്ടായി, എന്തുകൊണ്ടാണ് ഇതൊരു നിയമ പോരാട്ടത്തിലേക്ക് വരെ നീങ്ങുന്നത് എന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നിർബന്ധമായും ചെയ്യേണ്ട ഇന്റേൺഷിപ്പുകളും പാസ്സായേ തീരുവെന്നുള്ള യൂണിവേഴ്സിറ്റി പരീക്ഷകളും ഒരേ സമയം വന്നാൽ എന്താകും അവസ്ഥ? ഇതൊരു ചെറിയ ടെക്നിക്കൽ പ്രശ്നമല്ല കേട്ടോ. കുട്ടികളെ ശരിക്കും വട്ടം കറക്കുന്ന ഒരു പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടാണിത്. ഒരു വശത്ത് ഭാവി ജോലിക്ക് വേണ്ട പ്രാക്ടിക്കൽ ട്രെയിനിങ്, മറുവശത്ത് ഡിഗ്രി കിട്ടാൻ നിർബന്ധമായും എഴുതേണ്ട തിയറി എക്സാമുകൾ. ഈ രണ്ടു കാര്യങ്ങളിലും ഒരേ സമയം ഫോക്കസ് ചെയ്യാൻ ഒരു വിദ്യാർത്ഥിക്ക് എങ്ങനെ സാധിക്കും? ശാരീരികമായും മാനസികമായും ഇത് അസാധ്യമായൊരു കാര്യമാണല്ലേ? അതാണ് ഈ പ്രതിസന്ധിയുടെ യഥാർത്ഥ കാരണം. അപ്പോ ഇന്ന് നമ്മൾ പ്രധാനമായും 4 കാര്യങ്ങളാണ് കവർ ചെയ്യുന്നത്. 1. അക്കാഡമിക് ഷെഡ്യൂളുകൾ തമ്മിലുള്ള ഈ കൂട്ടിയിടി. 2. ആദ്യ ബാച്ച് വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന സവിശേഷമായ ചില ബുദ്ധിമുട്ടുകൾ. 3. ഇതിനിടയിൽ വരുത്തിയ ചെറിയ മാറ്റങ്ങൾ എന്തുകൊണ്ട് ഫ്ലോപ്പായി. പിന്നെ 4ാമതായി PTA നൽകിയിരിക്കുന്ന ആ വലിയ ലീഗൽ വാർണിംഗ്. അപ്പോ നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് വരാം. അക്കാഡമിക് ഷെഡ്യൂളുകൾ തമ്മിലുള്ള കൂട്ടിയിടി, അല്ലെങ്കിൽ സമയക്രമങ്ങൾ ഒന്നിച്ചു വരുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇവിടെ ശരിക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, മെയ് 11-ന് 4ാം സെമസ്റ്റർ പരീക്ഷകൾ തുടങ്ങുകയാണ്. കൃത്യം ഇതേ സമയത്ത് തന്നെയാണ് വിദ്യാർത്ഥികൾ അവരുടെ നിർബന്ധിത ഇന്റേൺഷിപ്പും പൂർത്തിയാക്കേണ്ടത്. പരീക്ഷയ്ക്ക് പഠിക്കാനും റിവിഷൻ ചെയ്യാനും തന്നെ ആഴ്ചകൾ വേണ്ടിവരുമല്ലോ. അതിന്റെ കൂടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നീളുന്ന ഇന്റേൺഷിപ്പ് ജോലികൾ കൂടി ചെയ്യേണ്ടി വരുന്നത് ശരിക്കും താങ്ങാനാവാത്തൊരു ഭാരമാണ്. പരീക്ഷയ്ക്ക് പഠിക്കണോ അതോ പോയി ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണോ എന്ന കടുത്ത കൺഫ്യൂഷനിലാണ് വിദ്യാർത്ഥികൾ. ഈ 2 കാര്യങ്ങളും ഒരുമിച്ച് ഷെഡ്യൂൾ ചെയ്തതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും തുടക്കം കുറിച്ചത്. ഇപ്പോൾ ഈ വിഷയം യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. നമ്മുടെ ലോക്കൽ മീഡിയയൊക്കെ വളരെ സീരിയസ് ആയിട്ടാണ് കുട്ടികളുടെ ഈ അവസ്ഥ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കുട്ടികൾ അനുഭവിക്കുന്ന ആ മെന്റൽ സ്ട്രെസ്സും അത് കണ്ടിട്ട് സംസ്ഥാന PTA ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടതുമെല്ലാം ഇപ്പോൾ വലിയ വാർത്തയാണ്. ഒരു പ്രശ്നം തുടക്കത്തിലേ സോൾവ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് എങ്ങനെ ഒരു വലിയ പബ്ലിക് ഇഷ്യൂ ആയി മാറാം എന്നതിന്റെ ബെസ്റ്റ് എക്സാമ്പിളാണിത്. ഭാഗ്യത്തിന് സമൂഹത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും കുട്ടികൾക്കിപ്പോൾ നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഇനി 2ാമത്തെ സെക്ഷനിലേക്ക് കടക്കാം. ആദ്യ ബാച്ച് വിദ്യാർത്ഥികൾ നേരിടുന്ന ചില പ്രത്യേക ബുദ്ധിമുട്ടുകൾ. ഒരുതരം ഗിനി പിഗ് എഫക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നോക്കൂ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയില് പുതിയതായി തുടങ്ങിയ 4 വർഷ ഡിഗ്രി പ്രോഗ്രാമിന്റെ ഫസ്റ്റ് ബാച്ചാണ് ഈ പരീക്ഷണങ്ങളെല്ലാം നേരിടുന്നത്. യൂണിവേഴ്സിറ്റിയുടെ പ്ലാനിംഗ് വളരെ മോശമാണെന്നാണ് കുട്ടികൾ ഒന്നടങ്കം പറയുന്നത്. കാരണം ഈ ഇന്റേൺഷിപ്പ് തീരുന്നതിനും പരീക്ഷ തുടങ്ങുന്നതിനും ഇടയിൽ ഒരു ചെറിയ ഗ്യാപ്പ് പോലും അവർക്ക് നൽകിയിട്ടില്ല. ഹെവി വർക്ക് ലോഡുള്ളൊരു ഇന്റേൺഷിപ്പിൽ നിന്ന് നേരെ പരീക്ഷാ ഹാളിലേക്ക് ഓടേണ്ട അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അത് കുട്ടികളിൽ ഉണ്ടാക്കുന്ന മാനസിക സമ്മർദ്ദം ചെറുതൊന്നും അല്ല. പുതിയൊരു സിസ്റ്റം കൊണ്ടുവരുമ്പോൾ അതിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരുന്ന ആദ്യ ബാച്ചിന്റെ ഒരു നിസ്സഹായതയാണ് ശരിക്കും നമ്മളിവിടെ കാണുന്നത്. അടുത്തതായി നമ്മുടെ 3ാമത്തെ പോയിന്റ്. യൂണിവേഴ്സിറ്റി വരുത്തിയ ചെറിയ മാറ്റങ്ങൾ എന്തുകൊണ്ട് ഫെയിലായി? പുറമെയുള്ള കമ്മിറ്റ്മെന്റുകൾ ഉണ്ടാക്കുന്ന സങ്കീർണതകൾ എന്തൊക്കെയാണ്? പ്രശ്നം വഷളായപ്പോ എക്സാം ഡേറ്റിൽ ചെറിയ ചില മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് ഇതൊന്ന് ഒതുക്കി തീർക്കാൻ യൂണിവേഴ്സിറ്റി ശ്രമിച്ചിരുന്നു. പക്ഷേ അതുകൊണ്ട് യാതൊരു കാര്യവും ഉണ്ടായില്ല എന്നതാണ് സത്യം. വെറുതെ 1-2 ദിവസത്തേക്ക് പരീക്ഷ മാറ്റിവെച്ചാൽ തീരുന്ന പ്രശ്നമല്ലല്ലോ ഇത്. മെയിൻ ഷെഡ്യൂളിലെ ആ വലിയ പ്രശ്നം പരിഹരിക്കാതെ വെറുതെ ഡേറ്റുകൾ മാത്രം മാറ്റുന്നത് വലിയൊരു മുറിവിൽ ചെറിയൊരു പ്ലാസ്റ്റർ ഒട്ടിക്കുന്നതിന് തുല്യമാണ്. പ്ലാനിംഗ് ഇല്ലാതെയുള്ള ഇത്തരം എടുത്തുചാട്ടങ്ങൾ കുട്ടികളുടെ കൺഫ്യൂഷൻ കൂട്ടാൻ മാത്രമേ ഉപകരിച്ചുള്ളൂ. ഈ ചെറിയ മാറ്റങ്ങൾ എന്തുകൊണ്ട് വർക്കായില്ലാന്ന് ചോദിച്ചാൽ അതിന് വളരെ പ്രാക്ടിക്കലായ ഒരു കാരണമുണ്ട്. പല കുട്ടികളും ഇതിനോടകം തന്നെ യൂണിവേഴ്സിറ്റിക്ക് പുറത്തുള്ള പ്രമുഖ കമ്പനികളിൽ ഇന്റേൺഷിപ്പിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇതിൽ പലതും നല്ല പ്രൊഫഷണൽ എൻവിറോൺമെന്റിൽ നടക്കുന്ന സ്റ്റൈപ്പൻഡൊക്കെ കിട്ടുന്ന ഇന്റേൺഷിപ്പുകളാണ്. ആ കോർപ്പറേറ്റ് കമ്പനികൾക്ക് അവരുടേതായ വളരെ സ്ട്രിക്റ്റായ ടൈം ടേബിളുകൾ ഉണ്ടാകുമല്ലോ. യൂണിവേഴ്സിറ്റി പെട്ടെന്ന് എക്സാം ഡേറ്റ് മാറ്റിയെന്ന് കരുതി കമ്പനികൾ അവരുടെ പ്രൊജക്ട് ഷെഡ്യൂൾ മാറ്റാൻ തയ്യാറാകണമെന്നില്ല. അപ്പോൾ കമ്പനിയുടെ കർശനമായ റൂൾസിനും യൂണിവേഴ്സിറ്റിയുടെ പെട്ടെന്നുള്ള തീരുമാനങ്ങൾക്കും ഇടയിൽപ്പെട്ട് ശരിക്കും പെട്ടിരിക്കുകയാണ് നമ്മുടെ വിദ്യാർത്ഥികൾ. തങ്ങളുടെ കരിയറിനെ തന്നെ ബാധിച്ചേക്കാവുന്ന ഈ സാഹചര്യത്തിൽ കമ്പനികളോട് നിരന്തരം അവധി ചോദിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് അവർക്കുള്ളത്. ഇനി നമ്മൾ അവസാനത്തെ സെക്ഷനിലേക്ക് വരികയാണ്. PTA നൽകിയിട്ടുള്ള നിയമപരമായ അന്ത്യശാസനം. ഈ പ്രശ്നം അതിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലെത്തിയിരിക്കുകയാണിപ്പോൾ.
കുട്ടികളുടെ പ്രശ്നങ്ങൾ ഇത്രത്തോളം അവഗണിക്കപ്പെട്ടപ്പോൾ സ്വാഭാവികമായും അത് പുറത്തുനിന്നുള്ള ശക്തമായ ഇടപെടലുകൾക്ക് കാരണമായി. വിദ്യാർത്ഥികളുടെ മെന്റൽ ഹെൽത്തും ഭാവിയും സംരക്ഷിക്കുന്നതിൽ യൂണിവേഴ്സിറ്റി പരാജയപ്പെട്ടു എന്ന് ചൂണ്ടിക്കാണിച്ച് സംസ്ഥാന PTA ഇപ്പോൾ വളരെ കർശനമായൊരു വാണിംഗ് നൽകിയിരിക്കുകയാണ്. ഇത്രയും കാലം ഒരു അക്കാഡമിക് പ്രശ്നം മാത്രമായിരുന്ന ഈ വിഷയം ഇപ്പോൾ കുട്ടികളുടെ അടിസ്ഥാന അവകാശങ്ങളെ ബാധിക്കുന്ന വലിയൊരു ഇഷ്യൂ ആയി മാറിക്കഴിഞ്ഞു. അധികാരികളുടെ ഈ മെല്ലപ്പോക്ക് നയം ഇനി അംഗീകരിക്കാൻ കഴിയില്ല എന്ന കൃത്യമായ മെസ്സേജാണ് ഇതിലൂടെ ലഭിക്കുന്നത്. ഇവിടെയാണ് ഈ വിഷയത്തിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് വരുന്നത്. വിദ്യാർത്ഥികളുടെ ക്ഷേമം യൂണിവേഴ്സിറ്റി തുടർന്നും അവഗണിക്കുകയാണെങ്കിൽ ഞങ്ങൾ നേരിട്ട് കോടതിയെ സമീപിക്കുമെന്നാണ് സംസ്ഥാന PTA ഇപ്പോൾ നൽകിയിരിക്കുന്ന ശക്തമായ മുന്നറിയിപ്പ്. വെറുമൊരു അക്കാഡമിക് ഷെഡ്യൂളിംഗ് പ്രശ്നമെന്നത് മാറി ഇതൊരു വലിയ ലീഗൽ ഫൈറ്റിലേക്ക് നീങ്ങാൻ പോവുകയാണ്. യൂണിവേഴ്സിറ്റിയുടെ പിടിവാശികൾക്ക് മുന്നിൽ കുട്ടികളുടെ ഭാവി ഹോമിക്കപ്പെടാൻ പാടില്ല എന്ന ഉറച്ച നിലപാടിലാണ് PTA. ഈ പ്രശ്നത്തിന് ഉടൻ തന്നെ ഒരു സൊല്യൂഷൻ ഉണ്ടായില്ലെങ്കിൽ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ജുഡീഷ്യറിക്ക് തന്നെ ഇടപെടേണ്ടിവരും. ഒരു ഭരണപരമായ വീഴ്ച എങ്ങനെ ഒരു വലിയ നിയമപ്രശ്നമായി മാറുന്നു എന്നതിന്റെ ഉദാഹരണമാണിത്. അപ്പോ ഈ പ്രതിസന്ധിയുടെ മുഴുവൻ ചിത്രവും നമ്മൾ കണ്ടുകഴിഞ്ഞു. പക്ഷേ വളരെ ഗൗരവമുള്ള ഒരു ചോദ്യം ഇവിടെ ബാക്കിയാകുന്നുണ്ട്. കർശനമായ അക്കാഡമിക് നിയമങ്ങൾക്കും വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യത്തിനും ഇടയിലുള്ള ആ യഥാർത്ഥ ബാലൻസ് എവിടെയാണ്? നിയമങ്ങളും സമയക്രമങ്ങളും തീർച്ചയായും പാലിക്കപ്പെടേണ്ടത് തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. എന്നാൽ അത് വിദ്യാർത്ഥികളെ മാനസികമായി തകർക്കുന്ന ലെവലിലേക്ക് ഒരിക്കലും മാറാൻ പാടില്ലല്ലേ? അക്കാദമിക് മികവ് എന്നത് എപ്പോഴും കുട്ടികളുടെ ക്ഷേമത്തെ അടിസ്ഥാനമാക്കി വളരേണ്ട ഒന്നാണ്. അങ്ങനെ അല്ലാത്തൊരു സിസ്റ്റം ശരിക്കും ആർക്കാണ് പ്രയോജനം ചെയ്യുക? നമ്മളെല്ലാവരും വളരെ സീരിയസ് ആയി ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത്. ഈ ഒരു വലിയ ചോദ്യം ബാക്കി വെച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ എക്സ്പ്ലെയിനർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കണ്ടിരുന്ന എല്ലാവർക്കും വലിയൊരു നന്ദി. നമുക്ക് വീണ്ടും കാണാം.